കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ, അതുപോലെ തന്നെ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞിട്ടെ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിന് തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ്. ഞാനൊരു 1.5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഈ റൈസ് വേവിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ എടുക്കാം. നമ്മൾ റൈസ് വേവിക്കുന്ന അതേ പാൻ തന്നെ എടുത്താൽ മതി. ഇതിലേക്കൊരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതേ കപ്പിൽ തന്നെയാണ് റൈസ് എടുത്തത്. ഇതേ കപ്പിൽ തന്നെ 1.5 കപ്പ് റൈസ് എടുത്തിരുന്നു. അതുകൊണ്ട് ഇതിലേക്കൊരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇരട്ടിയല്ല, ഇരട്ടിയുടെ ഒരു 1/2 കപ്പ് കുറച്ച്. ഇനി ഈ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി റൈസ് നല്ല രീതിയിൽ വെന്ത് കിട്ടും. ഒരുപാട് ടൈമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റൊക്കെ മതിയായിരിക്കും. ഇത് വേവിക്കുമ്പോൾ ഇതുപോലെ ഒരു തുണി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് ഒരു അടപ്പ് വെച്ചിട്ട് വേണം നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട്. ഇതായപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോലത്ത് ഒരു 3/4 വേവായാൽ മതി. നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിതിലേക്ക് ചേർക്കാനായിട്ടുള്ള സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് എടുക്കുക. 1/2 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ. ചില്ലി സോസ് ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനത് ചേർക്കുന്നില്ല. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം അടുത്ത് തന്നെ എടുത്ത് വെച്ചിരിക്കണം. അല്ലെങ്കിൽ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കുക. അതിൻ്റെ വൈറ്റ് ഭാഗം കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ബീൻസ്, ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം, പിന്നെ ഒരു 1/2 കപ്പ് ക്യാബേജ്. ഇത്രയാണ്. ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. വെജിറ്റബിൾസ് ഒന്നും അധികം നേരം കുക്കാവണ്ട, കുറച്ച് സമയം ഇതുപോലെ വഴറ്റി കൊടുത്താൽ മതി. വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുക. എടുത്ത് വെച്ചിരിക്കുന്ന സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക.
റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ചെയ്ത് വെക്കാം. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്.